കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും 20 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകൾ, 28 ഗോദ്രേജ് എയർ കണ്ടീഷണറുകൾ, 28 ഗൃഹോപകരണ കോംബോ പാക്കുകൾ, കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും, ബമ്പർ സമ്മാനം 25 ലക്ഷം രൂപയുടെ സ്വർണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും. കല്യാൺ സിൽക്സ്. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിലെ വടക്കാഞ്ചേരി പുഴയോരത്തിന് സമീപമുള്ള വഴിയോര വിശ്രമ കേന്ദ്രം വിസ്മൃതിയിലേക്ക്. പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലം യാഥാർത്ഥ്യമായാൽ വിശ്രമകേന്ദ്രം ഓർമ്മയാകും. KS നാരായണ നമ്പൂതിരി MLA ആയിരിക്കുമ്പോൾ 1990കളിലാണ് പട്ടികജാതി ക്ഷേമം ലക്ഷ്യമിട്ട് വിപണന കേന്ദ്രമടക്കം വിശ്രമകേന്ദ്രം ആരംഭിച്ചത്. തുടങ്ങിയ വ്യാപാരമെല്ലാം നഷ്ടത്തിലായതോടെ അടച്ചുപൂട്ടി കിടപ്പായിരുന്നു. തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ സാമൂഹ്യദ്രോഹികൾ താവളമാക്കി. വഴിയോര കച്ചവടക്കാർ കയ്യേറി വ്യാപാരം ആരംഭിച്ചു. നഗരസഭയുടെ കുടുംബശ്രീ അടക്കമുള്ളവയുടെ സംരംഭങ്ങളും തുടങ്ങി. ഇപ്പോൾ പാലം നിർമ്മാണ കരാറുകാരന്റെ തൊഴിലാളികളുടെ താമസ സ്ഥലമാണ്. നിർമ്മിച്ച കെട്ടിടം ഇന്നും ഉറപ്പോടെ നിലകൊള്ളുന്നു. അടുത്ത ദിവസങ്ങളിൽ ചരിത്രമാകും.